വീഡിയോ ഉണ്ടെന്ന് കരുതിട്ട് അഭിനയിക്കണ്ട കേട്ടോ. തുടങ്ങി അഭിനയിച്ചു തുടങ്ങി. മനസ്സിലായല്ലേ? ഞാൻ കുറേ നാളെ ഈ ഷോ ചെയ്യാൻ തുടങ്ങിട്ടെ. അല്ലടി, ഞാൻ അങ്ങനെ അഭിനയിക്കാതൊന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായി. ക്യാമറ ഞാൻ നോക്കാറേ ഇല്ല. അതെനിക്ക് മനസ്സിലായല്ലോ. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. ഇത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഉത്തരം ഉണ്ടെങ്കിലല്ല, ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നിട്ട് ഇവിടെ നിന്നിട്ട് പോകാൻ പറ്റുള്ളൂ. അത് നടക്കില്ല. ഉത്തരം ഉണ്ടെങ്കിലേ പറയുള്ളൂ. ഇല്ലാത്ത ഉത്തരം എനിക്ക് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. വേണ്ട, എന്തായാലും ഉത്തരം ഉണ്ടാവും കേട്ടോ. ശരി, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടി ഡാഷ് ആണ്. എന്റെ നാക്കാണ്. കൈവിട്ടു പോവും. അല്ല, സത്യസന്ധത കൂടുതൽ കാരണം എന്ത് തോന്നിയാലും ഒറ്റയടിക്ക് ഈ ആലോചിക്കാതെ പറയും. അത് എങ്ങനെയൊക്കെ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ശത്രുക്കൾ ഉണ്ടായേക്കാം. ഇതുവരെ ഇല്ല. കാരണം മനസ്സിൽ അങ്ങനെ ആരോടും ശത്രുത ഇല്ലാത്തത് കൊണ്ട് നാവിലും അത് വരാറില്ല. പക്ഷെ എന്നാലും അത് വരാതെ സൂക്ഷിക്കണമെന്നുള്ള, ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് അല്ല, ആദ്യം മനസ്സിൽ വിചാരിച്ച എന്റെ നാവില് നല്ലത് വരണേ, വരരുത്. എന്റെ മനസ്സിൽ നല്ലത് ഉണ്ടായാൽ നാവിലും നല്ലതുണ്ടാവും. അപ്പൊ മനസ്സിൽ നല്ലത് ഉണ്ടാവണേ, നാവിൽ നല്ലത് വരണേ. എന്നെ ഏറ്റവും മനോഹരമായി ചീത്ത വിളിച്ചിട്ടുള്ളത് ഡാഷ് ആണ്. എന്റെ സാറാണ്, എന്റെ എഡിറ്റർ, എന്റെ ബി ലെനിൻ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ എൻ്റെ സിനിമാ ഗുരു. സിനിമയെ ഇത്ര അധികം പഠിക്കാനും പ്രണയിക്കാനും ഒക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ സാറ് പറഞ്ഞിട്ടുള്ള നല്ല നല്ല ചിന്തകളാണ് ഇന്ന് എൻ്റെ വളർച്ചയ്ക്ക് കാരണം. അടിസ്ഥാനം. തമിഴില് നല്ല രീതിയിൽ അത് പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല. അത് ഞാനും എൻ്റെ സാറും മാത്രമുള്ള സ്വകാര്യ ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നത്. ജീവിതത്തിൽ ഞാൻ അടിയുണ്ടാക്കിയ സ്ഥലങ്ങൾ ഡാഷ് ഡാഷ് ഡാഷ്. സ്കൂൾ, വീട്, ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ കളിസ്ഥലം. എൻ്റെ വോളിബോൾ കളിക്കുന്ന കോട്ടപ്പുറം ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ടുള്ള വാവ, ചന്തു, സോമൻ, സൈമൺ എന്നൊക്കെ പറയാ. അടിയെന്ന് പറഞ്ഞാൽ വോളിബോൾ കളിക്കുന്നത്. അപ്പൊ അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അത് അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ആശുപത്രി കേസ് അതൊന്നുമില്ല എനിക്ക്. അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊന്നുമില്ല. അല്ല, എനിക്കറിയാം. ഇല്ല, പോലീസ് കേസൊന്നുമില്ല. ശരി, തിയേറ്ററിൽ ഞാൻ കൈയടിക്കണമെങ്കിൽ അഭിനയിക്കുന്നത് ഡാഷ് ആയിരിക്കണം. എന്താ ചോദ്യം? തിയേറ്ററിൽ ഞാൻ കൈയടിക്കണമെങ്കിൽ അഭിനയിക്കുന്നത് ഡാഷ് ആയിരിക്കണം. അങ്ങനെ ആരായിരിക്കണം? നല്ല ആക്ടർ ആയിരിക്കണം. നല്ല ആക്ടർ ആരാണെങ്കിലും കൈയടിക്കും. കൈയടിച്ചിട്ടുള്ള ആരുടെയൊക്കെയാ? ഒരുപാട് പേരുടെ. ഇപ്പൊ അവസാനം വരെ, ഇപ്പൊ ഏറ്റവും അവസാനം പറയാ, ഏറ്റവും ആദ്യം പറയാം. ഏറ്റവും അവസാനം അടിച്ചിരിക്കുന്ന അങ്കമാലി ഡയറീസില് ഞാൻ കണ്ട ഏറ്റവും ലാസ്റ്റത്തെ പടം നമ്മളുടെ പനി രവിയും പിന്നെ നായകനും. അതില് കുറെ പേർക്ക് ഞാൻ ക്ലാപ്പ് ചെയ്തു. ആദ്യമായിട്ട് കൈയടിച്ചത് കമൽ സാർ. കൈയടിച്ചെന്ന് പറഞ്ഞാൽ കൈയടിക്കുകയല്ല, ഇങ്ങനെ കൈയടിച്ചു എന്നല്ല, മനസ്സുകൊണ്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. അതല്ലാതെ കൈയടിച്ചിട്ടുള്ളത് ലാലേട്ടന്റെ ആടുതോമ. പിന്നെ ഏറ്റവും കൂടുതൽ കൈയടിച്ച നടനാരാ? ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ള നടൻ സുരേഷ് ഗോപിക്ക്, പിന്നെ ലാലേട്ടന്, മമ്മൂക്കാക്ക്, ജയേട്ടന്, ദിലീപേട്ടന്, പൃഥ്വിരാജിന്. നിവിൻ പോളി കൈയടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ആ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞിട്ടില്ല. കേരള സർക്കാരിന്റെ സംസ്ഥാന അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. യെസ് ഓർ നോ? പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലയോ എന്നാണ് ചോദ്യം അല്ലേ? അതിന് ഒരു ഉത്തരം പറയാൻ പാടുള്ളൂ. പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. യെസ് ഓർ നോ? വേറെ ഒന്നും പറയാൻ പാടില്ല. എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വിസ്തീർണമില്ലാതെ ഒരു വാക്കിലും അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ മികച്ച നടനായിരുന്നു പ്രതീക്ഷിച്ചത്. അല്ല, എന്നാലും ഈ കുനിഷ്ട് എങ്ങോട്ടാ പോണെന്ന് നോക്കിയാ ഞാൻ ഒരു അപ്പൊ വിസ്തീർണം പാടില്ലാന്ന് ആദ്യം പറഞ്ഞ എന്തിനാ? ഞാൻ ഐസോണാറില ഞാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കേരള സംസ്ഥാനത്തിന്റെ മികച്ച ചോദ്യം ഇല്ല, അത് ക്ലിയർ ചെയ്തിട്ട് പോയാ മതി. പാടി നന്നാക്കിട്ട് നീ ഇവിടെ പോയാ മതി. പറയേ
സംസ്ഥാന അവാർഡ് ചോദിക്കുക, ചോദ്യം ഒന്നുകൂടി ചോദിക്കുക പ്ലീസ്. കേരള സർക്കാരിന്റെ സംസ്ഥാന അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. യെസ് ഓർ നോ? ഇപ്പോൾ കിട്ടിയത് അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതല്ല ഞാൻ ചോദിച്ചത്. നോ. അടുത്ത ചോദ്യം, വോയിസ് മെസ്സേജ്. വോയിസ് മെസ്സേജ് ഞാനിപ്പോൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി. എങ്ങനെ സഹായിക്കണേ? എനിക്ക് മെസ്സേജുകൾ വന്നാൽ ഞാൻ എഴുത്ത് മെസ്സേജുകൾ അത് നോക്കി, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത് വായിച്ച് അതിന് റിപ്ലൈ അയക്കാൻ ഒരുപാട് സമയമെടുക്കും, വായിച്ച് മനസ്സിലാക്കാൻ, പിന്നെ അത് ടൈപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ പറയും, അവർ തിരിച്ചു പറയും. പിന്നെ അതിൽ എനിക്ക് തിരിച്ചു വന്ന ഒരു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വോയിസ്, എൻ്റെ നായകൻ്റെ ശബ്ദം, ദുൽഖർ സൽമാൻ. എന്താ പറഞ്ഞേ? അദ്ദേഹത്തിന് ഞാനിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് സിനിമയുടെ വിശേഷം പറയാൻ. എൻ്റെ രണ്ടാമത്തെ പടം ഇറങ്ങാണ് 10-ാം തീയതി. അപ്പോൾ പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഞാൻ വോയിസ് മെസ്സേജിൻ്റെ ആളാണെന്ന്. തിരിച്ചയച്ചു. അപ്പം ഞാൻ സാറെന്നാണ് വിളിക്കുന്നത്. സാറെന്ന് ഒരു മിക്കവരെയും സാറെന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഞാൻ സിനിമ പഠിച്ചത് തമിഴിലാണ്. തമിഴ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവരും സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ബഹുമാനം തോന്നുകയും നമുക്ക് സ്നേഹം തോന്നുന്നവരെ പേര് വിളിക്കാനോ അല്ലെങ്കിൽ എടാപ്പോടാന്ന് വിളിക്കാനോ തോന്നാറില്ല. അപ്പം അങ്ങനെ ഞാൻ സാറെന്നാണ് കമ്മട്ടിപ്പടമ്മിൽ വിളിക്കുന്നത്. അപ്പോൾ വിനായകൻ ചേട്ടനെ എന്തുകൊണ്ടാണ് സാറെന്ന് വിളിക്കാത്തത്? അങ്ങനെ വേണമെങ്കിൽ കുനിഷ്ട് ചോദിക്കാം, എനിക്കറിയില്ല. അല്ല, അടുത്ത ചോദ്യം എന്നത് ഇതാണെന്ന് എനിക്കറിയാം. അപ്പോൾ തിരിച്ചയച്ചു, മണികണ്ഠൻ ചേട്ടാ ഇങ്ങനെ ദയവേത് എന്നെ സാറെന്ന് വിളിക്കരുത്, പിന്നെ സിനിമ നന്നായി വരട്ടെ, ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ പ്രാർത്ഥിക്കാം, ഞാനിപ്പോൾ സ്ഥലത്തില്ല, കാണാൻ കഴിയുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് ഡിലീറ്റ് ചെയ്യില്ല, അത് ലൈഫിൽ കളയില്ല. അതേപോലെ ജയേട്ടന് വെച്ചിട്ടുണ്ട്. അത്രേ. ചുരുക്കത്തിൽ എന്തെങ്കിലും കാര്യം പണിയണമെന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാലേ കിട്ടും. വോയിസ് മെസ്സേജ് എന്തായാലും മസ്റ്റ്. ഞാൻ നോക്കി. വാശി 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 ഇതൊരു വാശിയായിരുന്നു. എന്താ സിനിമക്കാർ എന്ന് പറയുന്ന ഒരു വാശി. എത്ര നാളത്തെ വാശിയായിരുന്നു? ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഈ 2000 ഞാൻ പറഞ്ഞല്ലോ, അല്ല ലെനിൻ സാർ 2009 ആ കാലഘട്ടത്തിൽ പോയി. അതായത് കഥ നമ്മള് അതാ പറഞ്ഞത്, കൃത്യം കിട്ടണമെങ്കിൽ ആദ്യം മുതൽ പറയേണ്ടി വരും. അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ തെളിച്ചു പറയാം. ഞാൻ ഇവിടെയൊക്കെ നാടകം എന്ന് പറയുന്ന വലിയ പ്രത്യേകിച്ച് എയിമൊന്നും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ നാടകം കളിച്ച് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയം ലെനിൻ സാറിന്റെ പടത്തിന് വേണ്ടിയിട്ട് എന്നെ ഇവിടുന്ന് ചെന്നൈക്ക് കൊണ്ടിട്ട് ആ പടം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലെനിൻ സാറിന്റെ കൂടെ ഇവിടുന്ന് പോകുന്ന സമയത്ത് അതിന് മുമ്പ് എന്നെ എല്ലാവരും കളിയാക്കെന്ന് പറഞ്ഞാൽ വെറുതെ തമാശയ്ക്കും കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പണിക്ക് പോടാ, വെറുതെ മുടിയും താടിയും വളർത്തി മനുഷ്യന്മാരെ പോലെ നടക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് വൈരാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവന്മാർക്കൊക്കെ നമ്മളോട് എന്ത് ഇവനെനിക്ക് ചെലവിനുണ്ടോ, വല്ലപ്പോഴും 10 രൂപ തന്നെ ഇവനിങ്ങനെ പറയണ്ടോ? ഇല്ല, മനസ്സിൽ ചോദിക്കും. ഞാൻ വല്ലപ്പോഴൊക്കെ അല്ലേ അവരോട് 50 രൂപ ചോദിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഇവരൊക്കെ ഒന്ന്, സിനിമയാണ് അംഗീകരിക്കുന്നത്. നാടകം എത്ര ചെയ്താലും, നാടകത്തിൽ എത്ര നല്ല ക്യാരക്ടർ, ലൈവ് തെരുവിൽ നിന്നിട്ട് ഉഗ്രം ക്യാരക്ടേഴ്സ് ചെയ്ത് മണിക്കൂറുകളോളം ചെയ്തിട്ടും ഇത്രയും നമുക്ക് അംഗീകാരം കിട്ടില്ല. അപ്പൊ അതാണ് സിനിമ ചെയ്തേ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ പോയല്ലോ. ഇവിടെ നാട്ടിലെല്ലാവരോടും പറഞ്ഞു എനിക്ക് ഈ സിനിമയിൽ ചാൻസ് കിട്ടി. ഞാൻ ഈ അവിടെ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ആ സിനിമ നടക്കാണ്ട് തിരിച്ചു വന്ന് ഈ സംഭവങ്ങളൊക്കെ കുറേശ്ശെ അനുഭവിച്ച്, പിന്നെ വീട്ടിലായാലും എന്തെങ്കിലും ഒരു ദിവസം സിനിമ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചില്ലെങ്കിൽ പോലും അമ്മയും ചേട്ടന്മാരൊക്കെ ആ ബോഡി ലാംഗ്വേജിലുണ്ടാവും, മനസ്സിലാവും നമുക്ക്. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ചെന്നൈക്ക് പോയി അവിടെ ഒരു ജോലി സംഘടിപ്പിച്ച് അവിടെ നിന്ന് അവിടുത്തെ കഷ്കുഷ് കുറേ പരിപാടികൾ അലയിലും തിരയിലും, പിന്നെ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ ഒരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്തു, ഓഫീസ് ബോയ് ആയിട്ട്. അങ്ങനെ സിനിമയെ പഠിക്കാൻ സാധിച്ചു. സിനിമ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു സംവിധായകനെ നിരന്തരം ശല്യപ്പെടുത്തി വാങ്ങിച്ചെടുക്കേണ്ട ഒരു സാധനമല്ല. അത് പഠിക്കാനുണ്ട്. അതിന് എന്തൊക്കെ കഷ്ടതയുണ്ട്, എന്തൊക്കെ അർപ്പണാബോധം, എത്രമാത്രം നമ്മളുടെ ശരീരവും മനസ്സും ആ കലയ്ക്ക് വേണ്ടി അർപ്പിക്കണം എന്നുള്ള കാര്യം ചെന്നൈയിൽ നിന്ന് പഠിച്ചു.
ഏതായിരുന്നു ചോദ്യം? ഞാൻ ആലോചിക്കരുത് എങ്ങനെ പോണേ. അങ്ങനെ വാശി പുറത്ത് സിനിമ കയറി, അങ്ങനെ വാശി വന്നു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ സിനിമ ചെയ്തു. ലാസ്റ്റ് വൺ പൂങ്കണ്ണീര്. പൂങ്കണ്ണീര് എനിക്ക് എൻ്റെ മുമ്പിൽ ആരും അങ്ങനെ പൂങ്കണ്ണീര് ഒലിപ്പിച്ചിട്ടില്ല. പിന്നെ കണ്ണീര് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ എപ്പോ വിളിച്ചാലും ഓടി വരുന്ന ഒരാളാണ്. ഇപ്പൊ വിളിച്ചാലും വേണ്ട, അവിടെ നിന്നോ, ഞാൻ വിളിക്കാലോ. ദേ വന്നു. വന്നല്ലേ, ഇനി വേണോ? ഇനി വരുത്തണോ? വേണ്ട, നിർത്തിക്കോ. നമുക്കടുത്ത് പാട്ട് കേട്ടാലോ? കേക്കാലോ. കടാ ഞാൻ എന്നെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുന്ന ഒരാളാണ് കണ്ണീര്. ഞാൻ എപ്പോ വിളിച്ചാലും വരും. ഭയങ്കര ഇഷ്ടപ്പെട്ടു.